നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആർഎസ്എസ് സർവസംഘ് ചാലക് മോഹൻ ഭാഗവത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. മോഹൻ ഭാഗവത്തിന് നൽകി വന്നിരുന്ന Z+ സെക്യൂരിറ്റി അഡ്വാൻസ് സെക്യൂരിറ്റി ലൈസണായി അതായത് ASLI ഉയർത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർക്ക് നൽകി വരുന്ന സമാന സുരക്ഷയാണ് RSS സർവസംഘ് ചാലകിന് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന സുരക്ഷാ അവലോകനത്തിലെ തീരുമാനപ്രകാരമാണ് മോഹൻ ഭാഗവത്തിന് അഡ്വാൻസ് സെക്യൂരിറ്റി ലൈസൻസ് സുരക്ഷ ഏർപ്പെടുത്താൻ കേന്ദ്രം തീരുമാനിച്ചത്. BJP ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തുന്ന സാഹചര്യം കൂടി പരിഗണിച്ചാണ് കേന്ദ്രത്തിന്റെ നീക്കം. കൂടാതെ തീവ്ര ഇസ്ലാമിക സംഘടനകളിൽ നിന്നടക്കമുള്ള ഭീഷണികളും സുരക്ഷ വർദ്ധിപ്പിക്കാൻ കാരണമായതായാണ് റിപ്പോർട്ട്. സുരക്ഷ വർദ്ധിപ്പിച്ച കാര്യം കേന്ദ്രം മുഴുവൻ സംസ്ഥാന സർക്കാരുകളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും അറിയിച്ചു. ഓഫീസർമാർ, CISF ഗാർഡ്സ് എന്നിവരായിരുന്നു മോഹൻ ഭാഗവത്തിന് നൽകി വന്നിരുന്ന Z+ സെക്യൂരിറ്റിയിൽ ഉൾപ്പെട്ടിരുന്നത്. മൾട്ടി ലെയർ SPG സെക്യൂരിറ്റിയുള്ള അഡ്വാൻസ് സെക്യൂരിറ്റി ലൈസോണിൽ ജില്ലാ ഭരണകൂടം, പോലീസ്, ആരോഗ്യം തുടങ്ങിയ പ്രാദേശിക ഏജൻസികളുടെ പങ്കാളിത്തവുമുണ്ട്. കൂടാതെ മറ്റ് കേന്ദ്ര ഏജൻസികളും ഭാഗമാകും. പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഹെലികോപ്റ്ററിലാണ് യാത്ര അനുവദിക്കുക. സന്ദർശനം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സുരക്ഷാ സേന എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാകും അനുമതി നൽകുക. കേന്ദ്ര സുരക്ഷാ ഏജൻസികളുമായി ഏകോപിപ്പിച്ച് ലോക്കൽ പോലീസാകും സുരക്ഷയൊരുക്കുക. അദ്ദേഹം സഞ്ചരിക്കുന്ന വഴികളിൽ പൈലറ്റുമാർ, എസ്കോർട്ടുമാർ, കാവൽക്കേഡ് വാഹനങ്ങൾ, ഡ്രൈവർമാർ എന്നിവർ അദ്ദേഹം സഞ്ചരിക്കുന്ന വഴി ഉൾപ്പെടെ സൂക്ഷ്മമായി പരിശോധിക്കും. വിമാനയാത്രകൾക്കും ട്രെയിൻ യാത്രകൾക്കും പ്രത്യേക സുരക്ഷാ പ്രോട്ടോകോൾ ഉണ്ടായിരിക്കും. അദ്ദേഹം സഞ്ചരിക്കുന്ന ട്രെയിൻ കമ്പാർട്ട്മെന്റിനുള്ളിലും സമീപത്തും പരിശോധന കർശനമാക്കും. പരിശോധനയ്ക്ക് ശേഷമാകും എല്ലാവരെയും കടത്തിവിടുക. പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഹെലികോപ്റ്ററുകളിൽ മാത്രമാകും ഹെലികോപ്റ്റർ യാത്ര. ഇനി എന്താണ് അഡ്വാൻസ് സെക്യൂരിറ്റി ലൈസൺ? ഒരു VIP സന്ദർശനത്തിന് മുന്നോടിയായി സുരക്ഷാ ഏജൻസികൾ നടത്തുന്ന ഏകോപനവും ആസൂത്രണവുമാണ് അഡ്വാൻസ് സെക്യൂരിറ്റി ലൈസോൺ എന്നറിയപ്പെടുന്നത്. VIP സന്ദർശനം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സുരക്ഷാ സേന സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിശദമായി വിലയിരുത്തും. VIPക്കെതിരെ സാധ്യതയുള്ള ഭീഷണിയടക്കം സേന പരിശോധിക്കും. VIP യാത്ര ചെയ്യുന്ന റൂട്ടുകൾ, സമാന്തര റൂട്ടുകൾ, പങ്കെടുക്കുന്ന വേദികൾ എന്നിവിടങ്ങളിലേക്കും പരിശോധന നീളും. തുടർന്നാകും സുരക്ഷ ആസൂത്രണം ചെയ്യുക. പോലീസ്, ഇന്റലിജൻസ്, ചില അവസരങ്ങളിൽ സൈന്യം തുടങ്ങിയ ഏജൻസികളുമായി ചേർന്നാണ് അഡ്വാൻസ് സെക്യൂരിറ്റി ലൈസൻസ് സംഘം സുരക്ഷാ നടപടികൾ സ്വീകരിക്കുക. വിവിധ സാഹചര്യങ്ങൾ നേരിടാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയ ശേഷമാകും സന്ദർശനം അനുവദിക്കുക. SPG ആകും സുരക്ഷാ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കുക.